ഏക്കക്കാശി മേടിക്കുന്നത് കൊണ്ടാണ് പലവരും ഒരു കാഴ്ചപ്പാടുണ്ട്. ഇത്രയും എമൗണ്ട് മേടിക്കുന്നത് കൊണ്ടായിരിക്കാം ഉച്ചയ്ക്ക് 12:45 ഒരു അവർ കൊടുക്കുന്ന കാശ് മുതലാക്കണമല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണി, കുന്നോളം ഭാഗത്തേക്കൊക്കെ ഒരു 12 മണി 12:30 സമയത്താവുമ്പോഴത്തേക്ക് തലകെട്ട് കിട്ടും. അതെ, തൃശ്ശൂരുള്ള നമ്മളെ വെങ്കടാചലം എന്ന് പറഞ്ഞ അദ്ദേഹം ആനകളിലൂടെ മാത്രമല്ല മനുഷ്യനത് വരുന്നത്, എന്തെല്ലാം വരുന്നു അല്ലേ? ഇന്നത്തെ സമൂഹം എന്താണ്? അയാള് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അയാളത് ശ്രദ്ധിച്ചോട്ടെ. പിന്നെ മരണമാണ്. അപ്പോൾ ഇങ്ങനെ മരണം എരന്ന് മേടിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഞാനും പ്രസാദ് സാറും കൂടി പോയി ജീപ്പിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് അലക്സ് എന്ന് പറഞ്ഞ ആളെ ആന കൊല്ലുന്നത്. നിരന്തരം കേൾക്കുമ്പോൾ ഏട്ടന്മാർ അതിനെക്കുറിച്ചിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ത് കാരണമാണ് മറുവശത്ത്, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ മറുവശത്ത് അതിനെ അടിച്ച് അമർത്താൻ വേണ്ടി നോക്കുന്നു, ഇപ്പുറത്തെ വശം നമ്മളെല്ലാവരും ഇതിനെ ആഘോഷം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരുപാട് ആനകൾ തെറ്റാനുള്ള സാഹചര്യം കൂടി മുന്നിൽ വരുമ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ചിന്തിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല വേറൊരാൾ ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മളെല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചാൽ ചില കാര്യങ്ങൾ ഇതൊക്കെ അതിൽ പെടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആനകൾ തെറ്റുക എന്ന് പറയുന്നത് തെറ്റുമെന്ന് ഉറപ്പുവരുത്താവുന്ന ഒരു കാര്യമാണ് ആനയുടെ മതം. മതം ഉള്ളൊരു ആന തെറ്റും, അതിൽ യാതൊരു തർക്കമില്ല, ആനക്കാരനെ അംഗീകരിക്കില്ല. പക്ഷെ മതംപാടുള്ളൊരു ആന ഇന്ന് കേരളത്തിൽ എഴുന്നള്ളിക്കുന്നില്ല. മതപ്പാടുള്ള ആനകളെ മാറ്റി നിർത്തുകയാണ്. അത് നമുക്കും അറിയാം, ആ ആനയ്ക്ക് സീസൺ നീരാണ്, ആനകളെ മാറ്റി നിർത്തണം, ആനകളെ ആ രൂപത്തിൽ പരിപാലിക്കണം എന്ന് നമുക്കറിയാം. അത് നമ്മളെ ഉടമസ്ഥന്മാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം എത്ര ആനകൾ മതംപാടിൽ നിൽക്കുന്നുണ്ടല്ലോ, കയറി നിൽക്കുന്ന ആനകൾ എത്രയുണ്ട്. അത് മതം കഴിഞ്ഞിട്ട് അഴിച്ചു പോരുള്ളൂ, അല്ലെങ്കിൽ മതത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ കയറ്റി കെട്ടും, 2 ദിവസം മുന്നേ കയറ്റി കെട്ടും. അപ്പം അതൊക്കെ ആ കാലഘട്ടമൊക്കെ മാറി. പണ്ടതല്ല, പണ്ട് മതം ഇതൊന്നും ഒരു പ്രശ്നമില്ല, ആനകളെ എങ്ങനെ വേണമെങ്കിൽ എഴുന്നള്ളിക്കും. പക്ഷെ അന്ന് ഈ നിയമങ്ങളും സോഷ്യൽ മീഡിയ വലിയൊരു അപകടമാണ്. നല്ലതുമാണ് എന്നാൽ അപകടമാണ് അല്ലേ? നന്നായി ഉപയോഗിക്കുന്നത് 10% ആളുകളുള്ളൂ, ബാക്കി 90% ആളുകളും ദുരുപയോഗം. ഇപ്പം ഇന്നലെ ആ കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആന അടഞ്ഞിട്ട് ആന അത്രയധികം വിപ്ലവങ്ങൾ ചെയ്തിട്ട് ആ പീതാംബരം എന്ന് പറഞ്ഞ ആന ഒരു ഇടവഴി കൂടെ പിന്നിലേക്ക് പോരുന്നുണ്ട്, ബാക്ക് ഇറങ്ങി പോരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് പിന്നിൽ നിന്നിട്ട് ഒരു പയ്യൻ വീഡിയോ എടുക്കുന്നുണ്ട്. സത്യം, അതെ, ഞാൻ കണ്ടു. അതെ, തൊട്ട് പുറകിലാണ്. അയാള് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അയാളൊന്ന് ശ്രദ്ധിച്ചോട്ടെ. കാരണം അയാൾക്കതൊരു രസമാണ്. നമ്മൾ ചിന്തിക്കുന്നത് ആ ആന ഇട്ടുമിച്ചിട്ട് വെട്ടിത്തിരിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ മനുഷ്യൻ നമ്മളെ കാല് കുഴഞ്ഞു പോകും. പിന്നെ മരണമാണ്. അപ്പോൾ ഇങ്ങനെ മരണം എരന്ന് മേടിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. കാരണം ആനകൾ തെറ്റിയാൽ അതിൻ്റെ അടുത്തേക്ക് പോകരുത്, അതിന്റെ കുറച്ച് അതിനാണ് നമ്മൾ സ്കോഡും എല്ലാം ചെയ്യുന്നത്. അവർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇപ്പൊ എന്താ, ഒരു സ്കോഡ് വന്ന് ആനയെ കെട്ടി, അവര് നമ്മളെ പോലത്തെ ആളുകളല്ലേ, മനുഷ്യൻ തന്നെയാണ് അല്ലേ? അവർക്കൊരു യൂണിഫോം കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവര് ആനയുടെ തൊട്ട ബാക്കിൽ പോയിട്ട് ക്യാച്ചർ അടിക്കുമ്പോഴും അല്ലെങ്കിൽ കുളത്തിടുമ്പോഴൊക്കെ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിപ്പോയാൽ ആര് പറയണം? ആരുടെ കുടുംബത്തേക്ക് പോയി? ദൂരെ എന്ന് പറയുന്നവനൊക്കെ എന്ത് പണി പറയാം, മനസ്സിലായില്ലേ? അപ്പൊ അതിന് പോലും ഒരു സാഹചര്യം ഇല്ല. ഒരു കയറ് ആനയുടെ മേത്ത് കൊളത്തി കഴിഞ്ഞാൽ അത് വലിക്കാൻ 100 ആളാ. ഇത് രഥമൊന്നുമല്ല, ജീവുള്ളതാണ്. ഇങ്ങോട്ട് വലിക്കും തോറും ആന അത്രയും പുഷ് ചെയ്ത് അങ്ങോട്ട് വലിക്കും. അപ്പൊ അതിനൊക്കെ പണികളുണ്ട്. അതെല്ലാം അതിന്റെ അതുപോലെ ചെയ്യാൻ നമുക്ക് ചില സിറ്റുവേഷൻ സാധിക്കില്ല. ഒരു ആന 5 മിനിറ്റ് കൊണ്ട് കെട്ടേണ്ട സമയത്ത് 50 മിനിറ്റ് എടുക്കും നമുക്ക്. അതെന്തുകൊണ്ടാ? ഒരു സഹകരണവും സാഹചര്യങ്ങളും ഉണ്ടാവില്ല. ഇപ്പോൾ പോലീസ് എന്തിനാ കൈ കോർത്ത് നിൽക്കണം ആനടഞ്ഞോടത്ത്? ജനങ്ങൾ ചെല്ലണത്. ഇങ്ങോട്ട് പോരുന്ന സിറ്റുവേഷനാണ് പോലീസ് അത് നിയന്ത്രിച്ചാൽ പോരെ. ഇപ്പോൾ പോലീസിനെ മറികടന്ന് ഇവിടെ തടഞ്ഞാൽ അപ്പുറത്ത് കൂടെ മതിൽ കൂടെ ഒക്കെ ചാടിയ ആളുകൾ ആടെ നേരെ മുമ്പിൽ പോയി പെടില്ലേ? നമ്മളെ കേച്ചേരിയിൽ ഉണ്ടായില്ലേ വിഷയം, കുറുപ്പത്തി ശിവശങ്കർ എന്ന് പറഞ്ഞ ആന അടഞ്ഞത് ഞങ്ങൾ മുമ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അന്ന് കുന്നംകുളത്ത് ഫർഷാദ് സാറാണ്, ഞാനും ഫർഷാദ് സാറും കൂടി പോയി ജീപ്പിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് അലക്സ് എന്ന് പറഞ്ഞ ആളെ ആന കൊന്നത്. അല്ല, കുറച്ച് കൊല്ലം മുന്നേ. അപ്പം അദ്ദേഹം മരണം ഏറ്റുവാങ്ങിയത് ഇതിന് നേരെ മുമ്പിൽ ചെന്നിട്ട് ആനയുമായി ബന്ധപ്പെട്ട ആളല്ല. ആന ഓടിയത് കാണാൻ എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ അറിയുന്ന ആളുകളെ അതിൻ്റെ അടുത്തേക്ക് പോവാവൂ.
അപ്പോൾ പറയുന്ന മറുവിഭാഗം ആളുകൾ പറയണം എന്തിനാ മിണ്ടാപ്രാണീനെ എഴുന്നള്ളിച്ച് എന്തിനാ അവിടെ കൊണ്ടുപോയി. ഇതെല്ലാം കുറേ കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നതാണ്. ഈ ആഘോഷങ്ങളും അല്ല, ഈ ആനകളും ഈ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ വന്നിരുന്നാണ്. അതിനെ പിന്തുടർന്ന് പോകുന്നു നമ്മൾ, അല്ലാണ്ട് ഇതൊന്നും പുതിയതായിട്ട് ഉണ്ടാക്കിയതല്ല. ഇല്ല, ഇപ്പൊ ഞാൻ പറയാനാണല്ലേ, ഇപ്പൊ ആനകൾ ഇത്രയും വലിയ പ്രശ്നക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ആന ഇടുമ്പോ ഇത്രയും ജനങ്ങളെ കൊല്ലാൻ മിനിറ്റുകൾ മതി അല്ലേ? പക്ഷെ ആനകൾ അങ്ങനെ ഇതാവുന്നില്ല. നമ്മൾ ജനങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഒരു വീഡിയോ കാണുക, അത് കണ്ട് ആനന്ദിക്കുക, ഒരാൾ മരിക്കണതും ആന കുത്തണതൊക്കെ കണ്ട് ആനന്ദിക്കുക. ഒരു വിഭാഗം ആളുകൾ ഇന്നലെ ഇപ്പോൾ കൊയിലാണ്ടിയിൽ 2 ആന ഓടി. ആ ആനകൾ ഒരു മനുഷ്യന്റെ നേർക്ക് തിരിയുന്നില്ല. ഉണ്ടോ? പുറത്തുനിന്ന് 2 ആൾ ചാടി, അവരെ പോലും ആനകൾക്ക് വേണ്ട. നമ്മളിപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും വ്യാഖ്യാനിക്കില്ല. പക്ഷെ എങ്കിൽ പോലും ചില ആനകളെ പൊതുജനങ്ങൾക്ക് നേരെ തിരിയൂ. പൊതുജനങ്ങളെ അധികം 100-ൽ ഒരു 90 ആനകളും ആക്രമിക്കില്ല. നേരെ മുമ്പിൽ വന്ന് പെടുകയാണ്. അത് ഈ തൊട്ടടുത്തൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതുകൊണ്ടുണ്ടാവുന്ന ചില വിഷയങ്ങളാണ്. അത് അതിനെ പരിപാലിക്കുന്ന ആനക്കാരനോടാണ് അതിൻ്റെ ആദ്യത്തെ പ്രതികരണം. അവരാണ് ആനയുടെ എല്ലാ ശത്രുവും മിത്രവും. അപ്പം അതുകൊണ്ടൊക്കെയാണ്. അപ്പം ഇത് ആരും ഇതിനെ ഒരിക്കലും ആഘോഷമാക്കി എടുത്ത് മാറ്റരുത് എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയുള്ളൂ. അതിപ്പോൾ ഒരാളോട് പറഞ്ഞറിയില്ല. പിന്നെ അടുത്തൊരു കൗണ്ടർ പറയുന്നത് എന്താ വെച്ചാൽ പൈസ മേടിച്ചിട്ടല്ലേ അത്ര മേടിച്ചു ഇത്ര അല്ലേ. അതിനെ കുറിച്ചിട്ട് ഞാൻ ചോദിക്കാൻ തന്നെ ഈ ഏക്കക്കാശി എന്താ പറയുക, കൂടുതൽ വർഷം കൂടുന്തോറും ഏക്കക്കാശി കൂട്ടി അതിനെ കുറിച്ചിട്ട് എന്തായിട്ടാണ് പറയുന്നത്? എല്ലാ നമ്മൾ ജീവിക്കുന്ന നമ്മളെ ജീവിതശൈലി കാര്യങ്ങൾക്കൊക്കെ 10 വർഷം മുന്നത്തെ ചിലവാണോ ഇപ്പോൾ? അല്ല. ഒരു സ്കൂൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ചിലവാണോ ഇപ്പോഴത്തെ ഒരു കുട്ടീനെ സ്കൂളിൽ ചേർത്തുള്ളത്? LKG UKG വരെ എത്ര പൈസ ചിലവാകും? അപ്പോൾ എല്ലാറ്റിലും അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. ആനക്കാരെ പരിപാലിക്കണം. അവരുടെ കുടുംബങ്ങളിലെ കാര്യങ്ങൾ വരുമ്പോൾ അവർക്ക് വേറെ എവിടെയും കൈ നീട്ടാൻ പറ്റില്ല. അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ആനയെ പരിപാലിക്കണം. ഇവർ ചിന്തിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ആന എന്ന് പറയുന്നൊരു ജീവി, അതിനെ എഴുന്നള്ളിക്കുക, അത് കുറേ കാശ് കൊണ്ടുവരുന്നല്ല. ഇതിൻ്റെ ഇടയിൽ കുറേ ദുഃഖങ്ങളുണ്ട്, കുറേ സങ്കടങ്ങളുണ്ട്. മനുഷ്യനെ പോലെ ഈ ആനകൾക്കും പല വിഷമങ്ങളും വയ്യായികളും ഒക്കെ വരും. ഇവരെല്ലാം ചിന്തിക്കുന്ന പോലെ 50 രൂപയുടെയും 10 രൂപയുടെയും പെനഡോളും ഡോളോ ഒന്നും മേടിച്ചു കൊടുത്താൽ തീരുന്ന അസുഖങ്ങളല്ല ഈ ആനകൾക്ക് വരിക. ലക്ഷങ്ങൾ ചിലവാകും. ഒരു ഡോക്ടറുടെ ഒരു വിസിറ്റിങ്ങിന് എത്ര റുപ്യ വരുന്നുള്ള ഡോക്ടർമാർക്കറിയാം. ഈ വയ്യായികൾ വന്നാൽ ആ ഉടമസ്ഥൻ്റെ മാനസികാവസ്ഥ, ഇത് മാറുന്നവരുള്ള ഒരു മാനസികാവസ്ഥ. ഒരു ആന എഴുന്നള്ളിക്കുന്നു, കുറേ പൈസ ഉടമസ്ഥന് കിട്ടുന്നു. ഏതൊരു ഉടമസ്ഥനും കേരളത്തിൽ ഒരു കമ്മിറ്റിക്കാരെയും വിളിച്ചിട്ട് എൻ്റെ ആനയെ നിങ്ങൾ 2 ലക്ഷം റുപ്യക്ക് കൊണ്ടുപോകട്ടാന്ന് ഒരു ഉടമസ്ഥനും പറഞ്ഞില്ല, നാളെ പറയൂല. കമ്മിറ്റിക്കാർക്ക് അവരുടെ ഉത്സവങ്ങൾ ഭംഗിയാക്കണം അല്ലേ? നമ്മുടെ വീട്ടിലൊരു വിവാഹം ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ കുന്നംകുളത്തുകാരാണ് അല്ലെങ്കിൽ ഗുരുവായൂരുകാരാണ്. നമ്മൾ കുന്നംകുളത്ത് ഇത്രയും വസ്ത്രാലയങ്ങളുണ്ട്. ഇവിടെ നല്ല കല്യാണം ഇതൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ? നമ്മൾ ഇവിടുന്ന് ഡ്രസ്സ് എടുക്കുമോ? ഇല്ല. എവിടെ പോവുക? എവിടെയാണോ നല്ല ഐറ്റം സാധനം കിട്ടുന്നത്, എറണാകുളം അല്ലെങ്കിൽ കോയമ്പത്തൂര്, ബാംഗ്ലൂർ. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് നല്ല ശുഭ വസ്ത്രമായാലും ഗോൾഡായാലും കൊടുക്കണം എന്നുള്ള ആഗ്രഹമല്ലേ? അത് തന്നെയാണ് ഒരു കമ്മിറ്റിക്കാരന്. അവൻ്റെ ഒരു കൊല്ലം അവൻ്റെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് അവന് കുറച്ച് പൈസ സ്വരൂപിച്ച് ഞങ്ങളെ അമ്പലത്തിൽ നിന്ന് അല്ലെങ്കിൽ കമ്മിറ്റിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഭഗവാനെയോ ഭഗവതിയോ നല്ല ആന കോലം വയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും. അതുകൊണ്ടാണ് തൃക്കടൂരപ്പൻ്റെ ആന ഇവിടെ വന്നിട്ട്. അതിപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. അത് അവരുടെ ഒരു ആഗ്രഹമാണ്. ചെയ്തോട്ടെ. ഏക്കക്കാശി മേടിക്കുന്നത് കൊണ്ടാണ് പലവരെയും ഒരു കാഴ്ചപ്പാടുണ്ട്. ഇത്രയും എമൗണ്ട് മേടിക്കുന്നത് കൊണ്ടായിരിക്കാം ഉച്ചയ്ക്ക് 12:45 അവർ കൊടുക്കുന്ന കാശ് മുതലാക്കണമല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണി, കുന്നോളം ഭാഗത്തേക്കൊക്കെ ഒരു 12 മണി 12:30 സമയത്താവുമ്പോഴത്തേക്ക് തലകെട്ട് കിട്ടും. നട്ടവെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റങ്ങൾ വരുത്താൻ ഏട്ടൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നല്ല ചുട്ടവെയിലാണ്. നാട്ടാന പരിപാലന ചട്ടപ്രകാരം ഒരു 3 മണിക്ക് ആനകളെ എഴുന്നള്ളിക്കാൻ പാടും. പരിധിവരെയുള്ള ക്ഷേത്രങ്ങളൊക്കെ അത് പരിപാലിച്ചു പോരുന്നുണ്ട്. സന്തോഷം. അത് സന്തോഷമാണ്. പക്ഷെ അതിൽ വേറൊരു ദുഃഖകരമായ കാര്യം എന്താ വെച്ചാൽ 3 മണിക്ക് അല്ലെങ്കിൽ 3:30 നെറ്റിപ്പട്ടം കെട്ടിയിട്ട് ഇത് നിർത്താൻ ടൈമില്ല. ഇതിനെ നിർത്താനൊരു സമയം വേണ്ടേ? ഒരു 10 മണി വരെ അല്ലെങ്കിൽ 9 മണി വരെ കഴിഞ്ഞ് നിർത്തി വീണ്ടും പുലർച്ചെപ്പൂരം ആവർത്തിക്കുന്ന പല ക്ഷേത്രങ്ങളുണ്ട്. അവിടെ തുടങ്ങാനൊരു നിശ്ചയ സമയമില്ല.
അതായത് 10 മണിക്ക് ഉത്സവം നെറ്റിപ്പട്ടം അഴിച്ചൊരാന അതിനെ വെള്ളം കൊടുത്ത് അതിൻ്റെ ചങ്ങലകളൊക്കെ മാറ്റി ആന തറിയിൽ കൊണ്ടുവന്ന് കെട്ടി ആനയും ആനക്കാരനും ഒന്ന് വിശ്രമിക്കേണ്ട സമയം വരുമ്പോൾ 11:30 മണിയാവും. അതിന് പട്ടയൊക്കെ ഇട്ടുകൊടുത്ത് ആനകളെ പൂരം കഴിഞ്ഞ് അപ്പം തന്നെ ഒന്നും വെള്ളം കൊടുത്ത് തീറ്റിട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഒരു 11:30 മണിയൊക്കെ ആവും ഈ ആനയും അതിൻ്റെ ആനക്കാരും ഒരു വിശ്രമത്തിലേക്ക് എത്താൻ. എന്നിട്ട് അവർ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ച് ഒന്ന് കിടന്ന് ഉറങ്ങുമ്പോഴേക്കും 2 മണിക്ക് വിളിക്കും, അടുത്ത നേരമായി. അതിനൊരു ചേഞ്ച് വരണം. 10 മണി ആയിക്കോട്ടെ, പക്ഷെ പുലർച്ചെ എഴുന്നള്ളിക്കുന്നത് ഒരു 4 മണിക്കോ 4:30 മണിക്കോ എഴുന്നള്ളിച്ച് മിനിമം 6 മണിക്കെങ്കിലും ഉത്സവം കഴിയണം. ഇപ്പൊ 2-3 ഉത്സവങ്ങളിൽ കുറെ വിഷമങ്ങൾ നമുക്ക് തോന്നി. കാരണം വെച്ചെങ്കിൽ അതാണ് വളരെ നമ്മൾ എല്ലാവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ അതിന്റെ വിഷമങ്ങൾ ഈ ആനക്കാരെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല പലരും. നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഒരു ആനയുടെ ഒരു അവസ്ഥ, ആനയ്ക്ക് അവരുടെ വിസർജനം നടത്തണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് അവർക്ക് ചെയ്യാം. ഒരു മനുഷ്യനൊരു 6 മണി കഴിഞ്ഞാൽ അവന്റെ പ്രഭാത കാര്യങ്ങളിലേക്കൊക്കെ സമയങ്ങളായിരിക്കും. ആ സമയത്ത് ഈ പൂര എന്നുളിച്ച് നിൽക്കുമ്പോൾ അവൻ എങ്ങനെയാ അവന്റെ കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് അല്ലേ? അതൊക്കെ ഒന്ന് കണ്ടറിയണം ഉത്സവ കമ്മിറ്റിക്കാര്. മനുഷ്യനാണ് 7 മണി 8 മണിക്കൊക്കെ ചില ഉത്സവങ്ങൾ കഴിയുമ്പോൾ അവന്റെ പ്രഭാത കാര്യങ്ങൾക്ക് മുഴുവൻ മുടക്ക് വരികയാണ്. ചില ആനകൾ ഒറ്റച്ചട്ടുള്ള ആനകളായിരിക്കും. ആ ആനകളെ വിട്ടിട്ട് ആ ആനയുടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ ഒന്ന് മാറ്റം വന്ന് ഭംഗിയായിട്ട് പോവാം സാധിക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ സംവിധാനങ്ങളുടെ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്. അവരൊരു യോഗം വിളിച്ച് ഉത്സവ കമ്മിറ്റിക്കാരെയൊക്കെ ഇനിയുള്ള ഉത്സവ കമ്മിറ്റിക്കാരെയൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് ബോധവൽക്കരിച്ച് കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താം. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ആന ഇപ്പം നമ്മുടെ മഹാദേവൻ എന്ന് പറഞ്ഞ ആന ഇപ്പോൾ അന്നംകുളരെ എഴുന്നള്ളിക്കുന്നുണ്ട്. അവിടെ ഞാൻ പോയിട്ട് ഇന്ന് അവിടെ 3 ആന സെറ്റിൽ നമ്മളാന അവിടെ ഞാൻ പോയിട്ട് പറയണം, അയ്യോ ഇവിടെ വെയിൽ വരുന്നുണ്ടല്ലോ, ഇവിടുന്ന് ഒന്നും മാറ്റി നിർത്തുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അവരൊരു ദിവസം ഉത്സവമാണ്. നമ്മൾ ഈ പറയണത് അയ്യോ എൻ്റെ ആന തീരെ വെയിൽ, ഇതൊന്നല്ല. ഇപ്പോഴത്തെ സാഹചര്യങ്ങളനുസരിച്ചിട്ട് പേടി കൊണ്ടാണ് നമ്മളിത് പറയണത്. വേറെ ചില ഉടമസ്ഥന്മാർക്ക് ചെല്ലാൻ പോലും അങ്ങോട്ട് പറ്റില്ല. നമ്മളാകുമ്പോൾ ഈ പരിചയമുള്ള കാരണം, കുറേയൊക്കെ പരിചയമുള്ള ആൾക്കാരായ കാരണം നമ്മൾ പോയിട്ട് അവരോട് ഓപ്പണായിട്ട് പറയും. അപ്പം അങ്ങനെയുള്ള പല വിഷയങ്ങളും ഇതിലുണ്ട്. ഇനി ഒരു ആപത്ത് ഒരു മനുഷ്യനും വരാതെ ഈ ഉത്സവ സീസൺ പൂർണ്ണമായിട്ട് അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും എല്ലാവരും കാണുന്ന പൂരപ്രേമികളാണെങ്കിലും ആനപ്രേമികളാണെങ്കിലും ആനയ്ക്ക് വേണ്ട, ആനപ്പാപ്പന്മാർക്ക് വേണ്ട, ചുറ്റും നമ്മൾ നിൽക്കുന്നവരെല്ലാവരും ഹെൽപ്പ് ചെയ്യണം. അതായത് ആനക്കാരെ ഇതിൽ പ്രധാന ഘടകം ആനക്കാരാ. തീർച്ചയായിട്ടും നമ്മളാരും അതിലേക്ക് കണ്ണെത്തിക്കില്ല. അവരാണ് അതിനെ കൊണ്ടു നടക്കുന്നത്. നമുക്കൊക്കെ പുറത്തുനിന്ന് പറയാം, ഒരു ആന തെറ്റിയാൽ കണ്ടിട്ടുണ്ടാ പല ആളുകളും വന്നിട്ട് അത് അങ്ങോട്ട് പിടിച്ചോളൂ എന്നൊക്കെ പറയും. ഇപ്പം സ്ക്വാഡുകാർ ആ കയറങ്ങോട്ട് വലിക്കുക, അവരോട് ആജ്ഞാപിക്കാൻ നമ്മളൊക്കെ ആരാ? അവരുടെ തന്ത്രപ്രകാരം അവരെ ശരീരം നോക്കിയിട്ട് അവർ പണിയെടുക്കണു. അവർക്ക് ഒരു ഉത്സവ പറമ്പിൽ ഒന്നും ചെയ്യാൻ അവർ 3 ആളാണ് ഇതിനെക്കുറിച്ച് ആശയവിനിമയം നടത്തുക. ഒരു ആന അവർക്കറിയാം ആന ശരിയല്ല. അപ്പോൾ ഒന്നാമൻ രണ്ടാമനോട് കണ്ണോട് കാണിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ കൊടുത്തു. അവൻ 3ആമനോട് പറഞ്ഞു, അപ്പോഴേക്കും 2 പട്ട ഇട്ട് കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് അവർ. നേരെ മറിച്ച് നമ്മളോട് പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ, അപ്പോൾ അവർക്ക് മാക്സിമം ഒന്നാമതായിട്ട് അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അവരേനെ ഈ പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പടക്കം പൊട്ടിച്ചിട്ടും ഇതൊക്കെ ആയിട്ട് ആനകളുടെ അടുത്തേക്ക് പോവാതിരിക്കുക. മനസ്സിലായില്ലേ? അത് ഉത്സവങ്ങളിൽ ബുദ്ധിമുട്ടില്ല ഒരു പരിധിവരെ. കാരണം വെച്ചാൽ ഉത്സവങ്ങളിൽ ആനകളെ കുളത്തി നിർത്തിയതിൻ്റെ ശേഷം വെടിക്കെട്ട് പൊട്ടുള്ളൂ. ഈ മാലപ്പടക്കം ഓലപ്പടക്കം തന്നെ ചിന്ന പിന്നായിട്ട് പൊട്ടല്ലേ. അപ്പൊ ഈ ആനകൾക്ക് ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. കയ്യിൽ നിന്ന് അകന്നു പോയാൽ പിന്നെ അവർ പിടുത്തം കൊടുക്കില്ല, അങ്ങനെയാണ് പോവും. ഈ പോണത് എവിടേക്കാ? ജനസമുദ്രത്തിലേ. അതപ്പോ ഇന്നലെ കൊയിലാണ്ടിയിൽ സംഭവിച്ചുള്ളത്. എനിക്കൊരു അനുഭവം എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ അനുഭവം തന്നെയാണ്. നമ്മുടെ മഹാദേവൻ ഏത് മഹാദേവനാണ്? അമ്പാടി മഹാദേവന്റെ തൊട്ടു പുറകിൽ, കൂറ്റനാട് നേർച്ചയ്ക്ക് തന്നെ തൊട്ടു പുറകിൽ ഇതുപോലെ മറ്റേ മാലപ്പടക്കം പൊട്ടിക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടുള്ളതാണ്. ആന കൈവിട്ട് പോവാൻ നോക്കി, പക്ഷെ ബിനിച്ചേട്ടൻ കൈയോടെ കൊമ്പിൽ മുറുകെ പിടിച്ചത് കൊണ്ട് ആന പോയില്ല. ആ ആന ആയതുകൊണ്ട് വേറെ വല്ല ആനകളാണെന്നുണ്ടെങ്കിൽ പോയി ആ പഞ്ചായത്ത് മൊത്തം എടുക്കും.
അപ്പൊ ആ ആനക്കാരന്റെ ഒരു മാനസികാവസ്ഥ അപ്പൊ എങ്ങനെ ഉണ്ടായിരിക്കും? ഉറപ്പായിട്ടും അത് നമ്മൾ ചിന്തിക്കണം. അത് നമ്മൾ ചിന്തിക്കണം. ബെൻസി ഇപ്പൊ 2-3 എത്ര ദിവസമായി കൂറ്റനാട് നേർച്ച കഴിഞ്ഞിട്ട് എന്നോട് പറയണല്ലേ നമുക്കൊന്ന് കാണാം. ഞാനിപ്പോ ഇന്നലത്തെ വിഷയം അങ്ങനെ ഉണ്ടായപ്പോ ശരി എന്നാ നമ്മള് കുന്നംകുളത്ത് നിന്ന് കാണണല്ലേ. അത് കാരണം ഇതിലിരുന്നതാ. പറയാൻ മാനസികമായിട്ട് വളരെയധികം പ്രയാസങ്ങളുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആരും നമ്മള് പിന്നെ എന്തോ ഒരു വിഭാഗം ആളുകൾക്ക് ആന വേണ്ട, ഇതൊന്നും നമ്മൾ കൊണന്നല്ലാന്ന് കാലങ്ങളായിട്ടുള്ളതാണ്. അതിനെ നിലനിർത്തി പോരുകയാണ് നമ്മള്. അത് ഉള്ളിടത്തോളം കാലം അത് നിന്നോട്ടെ, അതിനാരും ഒരു എതിരായിട്ട് വരരുത്. ഇപ്പോൾ തൃശ്ശൂരുള്ള നമ്മളെ വെങ്കടാചലം എന്ന് പറഞ്ഞ അദ്ദേഹം ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായി ഇതിലിടും, യൂട്യൂബിലൊക്കെ വരാറുണ്ട്. അദ്ദേഹത്തിന് വന്നിട്ട് പറയാം, നിങ്ങൾ ആനകളെ ഇന്ന രൂപത്തിൽ പരിചരിക്കണം, ഇന്ന ആനകൾക്ക് ഇന്ന കുറവുകളുണ്ട്, ആ ആനകളെ നിങ്ങളൊന്ന് നിയന്ത്രിക്കണം. ഇതെല്ലാം പറഞ്ഞാൽ എന്താ, അങ്ങൊരു ഒരു ഫോഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്, അങ്ങോട്ട് പറഞ്ഞാൽ അത് അംഗീകരിക്കാവുന്ന കാര്യമാണ്. നേരെ മറിച്ച് കൃത്യമായിട്ട് ഒന്നും കാണാതെ ചില കാര്യങ്ങൾ അദ്ദേഹം പ്രതിപാദിക്കുന്നതുകൊണ്ടാണ് ഇതിലൊക്കെ എതിർപ്പ് വരുന്നത്. ആര് എന്ത് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാം, കൃത്യതയാവണം. അല്ലെങ്കിൽ അത് നമ്മളോട് പറയാം, അത് ഇന്ന മാതിരി നിങ്ങൾ ഇന്ന ആൾക്കാരോട് പറയൂ, അവരുടെ ആനകളെ ഒന്ന് മാറ്റി നിർത്താൻ പറയൂ. പിന്നെ ശരീരഘടന കണ്ടിട്ട് ആനയ്ക്ക് ക്ഷീണമെന്ന് പറയുന്നത്, അങ്ങൊരു എന്നെക്കാൾ ഇത്ര വയസ്സിന് മൂത്തരാണ്, അദ്ദേഹം ഒരു ട്യൂട്ടോറിയൽ മാഷാണ്. അങ്ങോട്ട് വിളിച്ച് പറയാം, നിങ്ങളുടെ മഹാദേവൻ എന്ന് പറഞ്ഞ ആന റെസ്റ്റ് ഇല്ലാതെയോട്ട് പരിപാടി എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കാം. 2 ദിവസം റെസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ പറയൂലോ, ഇപ്പോൾ തൃശ്ശൂരൊക്കെ ഉള്ള എല്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും വളരെയധികം എല്ലാവരുമായിട്ടും വളരെ അടുപ്പുള്ള ആൾക്കാരാണ്. അനിൽ സാറായാലും ഗോപകുമാർ സാറായാലും എല്ലാവരും പറയും, അതാ എന്നെ ആനകളെ ഒന്ന് ശ്രദ്ധിക്കോട്ടെ. അപ്പം നമ്മൾ പറയും, അതിൻ്റെ ഉടമസ്ഥനോട് പറയും, തിരക്കുള്ളിടത്തേക്ക് വിടേണ്ട അന്നമാതിരി കാര്യങ്ങൾ. പിന്നെയൊക്കെ വരുന്നത് നമുക്ക് എന്താ പറയുക, അല്ലേ, ആനകളിലൂടെ മാത്രമല്ല മനുഷ്യനത് വരുന്നത്, എന്തെല്ലാം വരുന്നു അല്ലേ. ഇന്നത്തെ സമൂഹം എന്താണ്, ഏത് രീതിക്കും മരണം സംഭവിക്കാം, അപകടങ്ങൾ വരാം. ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. പണ്ട് പുറമേയുള്ള ആളുകളെയാണ് കൊലപ്പെടുത്തുന്നത്. ഇന്ന് സ്വന്തം അച്ഛൻ അമ്മ നമുക്ക് ജന്മം തന്ന മക്കളാണ് ഇതെല്ലാം ചെയ്തു വരുന്നത്. അതൊക്കെ ഇന്ന് സമൂഹത്തിലുള്ളതാണ്. പക്ഷെ ഒന്നും എവിടെയും ഒന്നും ചീത്തയായിട്ട് പോകാതിരിക്കട്ടെ.